സർവീസിൻ്റെ 11ാം ആഴ്ച പൂർത്തിയാവുകയാണ്. ഒരാഴ്ചയിൽ പിന്നെ 12 ആഴ്ച, അതായത് 4-ാം മാസത്തിലേക്ക് കടക്കും. 10 ആഴ്ച കഴിഞ്ഞ് 10 ആഴ്ചയിലേക്ക് ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്നു. സ്റ്റാർട്ടിങ് അപ്പോൾ 10ാമത്തെ ആഴ്ച കഴിഞ്ഞു. ഇനി 12 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞാൽ 4 മാസം തികയ്ക്കുകയാണ്. 90 ദിവസമുള്ള ലക്ഷ്യം സർവീസ് ചെയ്യുന്നുള്ള ലക്ഷ്യം 2 ആഴ്ചക്കുള്ളിൽ സാധിക്കുകയാണ്. അതിൽ കൂടുതൽ ചെയ്യാൻ സാധിച്ച ഒരു പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ ആസക്തി ലോകത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും. ഇതൊക്കെ ഒരു സേവനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സ്പിരിച്വൽ പോയിൻറ്റ്സിൽ നിന്നാണ് ഞാൻ വലുതാക്കുന്നത്. ഇപ്പോൾ എൻ്റെ ജോലിയും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ആത്മീയ ശക്തിയും എൻ്റെ സ്ട്രെങ്ത്തും ധൈര്യവും എല്ലാം ഒരുപാടധികം വർദ്ധിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ജീവിക്കില്ല. എനിക്കിപ്പോൾ കുറേയൊക്കെ എൻ്റെ സ്വയം കാലിനെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓടിപ്പോൾ എനർജി പറഞ്ഞിട്ടുണ്ട്. ഇനിയും നാൾ വരും. ഇതൊരു കൺസിസ്റ്റൻ്റായിട്ട് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും കിട്ടും. അത് ഒരാഴ്ചയിൽ ഏറ്റവും പ്രയോറിറ്റി ഒരു സെക്ഷൽ സോവറിറ്റി, അത് 4 ദിവസം 4 ദിവസമുള്ള പരിപാടിക്കാണ്. അത് എപ്പോഴും ഞാൻ നോക്കുന്ന അല്ലെങ്കിൽ ആദർശങ്ങൾ എന്ന് പറയുന്നത് 1 വൈകി വരാതിരിക്കുക, 2 മുഖം കാണിക്കാതെ ഇരിക്കുക മീറ്റിങ്ങിൽ. ഇത് 2 ചെയ്തിട്ട് ഒറ്റയും വേറെ പറയുമ്പോൾ നല്ലൊരു കാര്യമാണ്. ഒരു അച്ചടക്കം ഇല്ലാത്തൊരു ആസക്തി രോഗിയുടെ ഫോൺ അഡിക്റ്റിന് അതുപോലെയുള്ള കർശന നിയമങ്ങൾ ഗാന്ധിവാചകങ്ങൾ വളരെ നല്ലതാണ്. അതില്ലെങ്കിൽ സമയത്ത് മറ്റൊരു പുറത്തേക്ക് പോകുന്നത് നമുക്ക് ശക്തിഹീനമായ അവസ്ഥകളാണ്. അപ്പോൾ നിലവിൽ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് എല്ലാ ആഴ്ചയും ഒരു തവണയെങ്കിലും സ്റ്റെപ്പ് 7 പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഷെയർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു വാക്കിൽ 2 സെൻറ്റൻസിൽ ഓരോ ദിവസവും ആ ദിവസത്തെ എഴുതണമെന്നാണ് പറയുന്നത്. സേവനം അത്ര കഴിയാൻ സാധിച്ചതെന്ന് ഒരു ദിവസം ഒരുപാട് കഷ്ടപ്പാടിന് എനിക്ക് ഫുൾ അപ്പർ ചെയ്ത് ഞാൻ കൊടുക്കേണ്ടിയിരിക്കുന്ന കാര്യം ഈ ആസക്തി രോഗത്തിനുള്ള കഴിഞ്ഞാൽ വളരെ കഠിനമായ പ്രയത്നമായിരിക്കും. എളുപ്പമായിരിക്കില്ല. ട്രോൾ നല്ല രീതിയിലുണ്ടാകും. അതിനിപ്പോൾ ടൂൾസ് വെച്ച് പോരാടുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ആദ്യം വഴി. അതിനെ പറ്റി ചിന്തിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അർപ്പിച്ച് ഒരു ഹയർ പവർ മാത്രമേ എന്നെ ആസക്തി ലോകത്തിൽ നിന്ന് കരകയറാൻ സാധിക്കൂ എന്നുള്ള സത്യസന്ധമായ സത്യത്തെ അവഗണിക്കാതെ മുന്നോട്ട് നീങ്ങിയാലാണ് എനിക്ക് തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതം. ഇപ്പോൾ 1 വർഷം 2 മാസമായിട്ട് ഞാൻ ആ ശക്തിയെ, ശക്തിയെ ഞാൻ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതേവരെ 7 മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ സ്വന്തം ജോലിക്ക് 8-ാം മാസത്തിലേക്ക് കടക്കുന്നു. 7-ാം മാസത്തിൻ്റെ ശമ്പളം 1000 രൂപ ചോദിച്ചതിന് കിട്ടും. ഇപ്പോഴും എന്നെ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ 6 മാസം ചെയ്ത സേവനം, അതിനു മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സേവനം, എൻ്റെ സോബറിറ്റി, ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ സെക്ഷൽ സോബറിറ്റി. സമയം പറഞ്ഞതാണ് സെക്ഷലി സോബർ അല്ലെങ്കിൽ എൻ്റെ ജോലി പോകും, ഫയർ ചെയ്യപ്പെടും. അതാണ് ഇന്ന് ഞാൻ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വാചകം. പല സ്ത്രീകളും ഇപ്പോൾ തൊട്ടപ്പുറത്തുനിന്നുള്ള 1-2 പെണ്ണുങ്ങൾ എന്നെ പഠിക്കാൻ നോക്കി. അത് ഇപ്പോൾ ഇടയിലുള്ളൊരു ഇതിലുള്ളൊരു പഠിക്കുന്നത് യുവതീരണങ്ങളൊക്കെ നീ എത്ര പതിനൊന്നും എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ എനിക്ക് ശക്തി മനസ്സിലും ഈ ഒരു ഗ്രൂപ്പ് ഞാൻ റിലാക്സായി എനിക്ക് മാത്രമേ പോവുള്ളൂ. അവർക്ക് ആർക്കും പോയി ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് എൻ്റെ മാത്രം പ്രശ്നമാണ്. എൻ്റെ റിലാക്സ് എൻ്റെ മാത്രം പ്രശ്നമാണ്. എൻ്റെ കോൺട്രാക്ഷൻ എൻ്റെ മാത്രം പ്രശ്നമാണ്. എൻ്റെ സോഷ്യൽ എൻ്റെ മാത്രം പ്രശ്നമാണ്. അത് മറ്റൊരാളുടെ കയ്യിൽ ചായച്ച് വയ്ക്കുന്നത് അങ്ങോട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമില്ല. എനിക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ജോലിയൊന്നും തട്ടായിട്ട് തിരിച്ച് ഒന്നും തോന്നാൻ ഈ പറയുന്ന പോലെ സ്റ്റെബിലിറ്റിയിൽ അതിൻ്റെതായ ആ ഒരു ഗോള് പാറ്റേൺ ഡിസിപ്ലിനിൽ പോകുമ്പോൾ എന്തോരം ലൈഫ് മാറുമെന്നത് ചിന്തിച്ച് നോക്കും. എന്തോരം ക്രിയേറ്റിവിറ്റി കൂടുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് മനുഷ്യൻ സ്വയം പ്രാക്ടീസ് ചെയ്യുന്നില്ല, മറ്റുള്ള പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇപ്പോഴും പണ്ടത്തെ പലരും ഈ ഒരു ഡിസിപ്ലിൻ അച്ചടക്കത്തിലൂടെ വന്നുകൊണ്ട് മാത്രം അവർ ഈ ആത്മീയശക്തി ശക്തി കിട്ടിയത്. അവർ ഒരു ദിവസം പല സമയങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് അവർ ജോലി ചെയ്തിരുന്നു. അതാണ് ഇങ്ങനത്തെ ലെവലിലേക്ക് എത്തിയത്. അല്ലാണ്ട് രാവിലെ മുതൽ പ്രധാന സമയങ്ങളൊക്കെ ചിന്തയിൽ ഒബ്സഷനിൽ ലോസ്റ്റേ കിടക്കില്ലായിരുന്നു. അപ്പോൾ ഈ അച്ചടക്കം തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം രാവിലത്തെ ജോലി സമയത്ത് നേരം നമുക്ക് ഷെയർ ചെയ്യുക. അതുപോലെ രാത്രി വീട്ടിൽ ചെന്നിട്ടും 2-3 ഇതാണ് റിക്കവറി.
ഇത് ഇനി 2 ദിവസം 48 മണിക്കൂർ അല്ലെങ്കിൽ എത്രയാണ് 48+12 58-60 മണിക്കൂറോളം ഇനി എനിക്ക് സേവനം ഇല്ല. അപ്പോൾ ഒരുപക്ഷെ ആ സമയത്തിനുള്ളിൽ എനിക്ക് ഇനിയുള്ള വരും ദിവസങ്ങളിൽ